എല്ലാവർക്കും നമസ്കാരം പ്രിയരെ. ഞങ്ങൾ കൂത്താട്ടുകുളത്താണ്. ഷൈനി ചേച്ചി എന്ന പേരുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ മുമ്പിലാണ്. സീരിയലിലും സിനിമയിലൊക്കെ വളരെയധികം മുഖങ്ങൾ ചേച്ചി കൊടുത്തിട്ടുണ്ട്. അഭിനയ രംഗത്തൊക്കെ മികവ് തെളിയിച്ച ഒരു ചേച്ചിയാണ്. ഈ ചേച്ചി ടൗണിനോട് ചേർന്ന് തന്നെയാണ് താമസിക്കുന്നത്. കൂത്താട്ടുകുളം കാരമലയിൽ നിന്ന് മിസ്സായി പോയ ഈരാമ ചേച്ചി ഈ ചേച്ചിയുടെ അടുത്ത് വരാറുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം മിണ്ടാറും സൗഹൃദങ്ങളൊക്കെ പങ്കിടാറുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചേച്ചിയോട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ചേച്ചി നമസ്കാരമുണ്ട്. ചേച്ചി നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നോ? ഇപ്പം സീരിയല് കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല. സിനിമയിലൊക്കെ ഇല്ല, ഒന്നുമില്ല. എത്ര സിനിമയിൽ ചേച്ചി അഭിനയിച്ചു? ഞാൻ ഒരു 10-15 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അല്ലേ? ഏതാ പ്രധാനപ്പെട്ട നടന്മാരൊക്കെ ആരെയൊക്കെയായിരുന്നു മെയിൻ കഥാപാത്രങ്ങളായിട്ടുണ്ടായിരുന്നത്? മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ജയറാമിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ജയറാമിന്റെ കൂടെ കൂടുതൽ ഫിലിം ചെയ്തേക്കണം. എന്തൊക്കെ റോളായിരുന്നു കൈകാര്യം ചെയ്തത്? അന്ന് അവര് സഹോദരിയായിട്ടും ചേട്ടൻ്റെ ഭാര്യയൊക്കെ ആയിട്ടും അങ്ങനെ. അന്നൊക്കെ അത്ര വലിയ ഇതില്ല. 96-ലായിരുന്നു. 96 ലാസ്റ്റ് അഭിനയിച്ചത്. 96 കഴിഞ്ഞപ്പോൾ നിർത്തി. ഞാൻ പത്തരമാറ്റിൽ അഭിനയിക്കണം. മൂത്ത ചേച്ചി, നേരെ മൂത്ത ചേച്ചി ബിന്ദു രാമകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മൂത്ത ചേച്ചിയാണ്. പിന്നെ ഹൃദയം സീരിയലിലും കന്യാദാനത്തിനകത്ത് ജോളി ഈശോ എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിയാണ്. ഞാൻ 96 തൊട്ട് ഈ ഫീൽഡിലില്ല. ഞാനിപ്പം ആത്മീയമായ കാര്യങ്ങൾ അങ്ങനെയുള്ള ഇതിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ തന്നെയാണ്. എന്താ ചേച്ചി ഇങ്ങനെ ആത്മീയമായിട്ട് ഇങ്ങനെ ഈ സിനിമാ ഫീൽഡിൽ നിന്ന് മാറണം തോന്നാൻ കാരണം? അല്ല, പുള്ളിയുടെ മരണമൊക്കെ ഒരു മാനസികമായിട്ടൊക്കെ ഒരു ഇത് തന്നെയല്ല. ഈ സുഖമില്ല, എനിക്ക് ഹാർട്ടിന് 3 ബ്ലോക്ക് ഉണ്ട്, ഒരുപാട് അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കാരണം അങ്ങനെ അങ്ങ് ഇതായി അതിലങ്ങ് നിൽക്കുകയാണ്. എത്രാമത്തെ വയസ്സിലാണ് ചേച്ചി അഭിനയം തുടങ്ങിയത്? അഭിനയം 5ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് അഭിനയിക്കുക. എനിക്ക് ചേച്ചിമാരെല്ലാവരും ഈ ഫീൽഡിലായിരുന്നല്ലോ, എല്ലാവരും നാടക ഫീൽഡിലായിരുന്നു. കുടുംബപരമായിട്ട് എല്ലാവരും കലാകാരൻ. അപ്പൻ്റെ അനിയനും തൊട്ട് ഈ ഫീൽഡിൽ തന്നെ. ഫീൽഡ് എന്ന് വെച്ചാൽ അന്നത്തെ കാലത്തെ ചവിട്ട് നാടകം. അപ്പോൾ എല്ലാവരും ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമാണ് നാടക ഫീൽഡ്. അപ്പോൾ കൂത്താട്ടുകുളം സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഏറ്റവും മൂത്ത വെച്ച് ലീല. മമ്മൂട്ടിയുടെ കൂടെ എന്ത് റോളായിരുന്നു കൈകാര്യം ചെയ്തത്? മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചത് പളുങ്കെന്നുള്ള സിനിമയിൽ. അതാണ് ലാസ്റ്റ് ചെയ്ത പടം. മമ്മൂക്കയുടെ കൂടെ ചെയ്ത ലാസ്റ്റ് ചെയ്ത പടം. അതിനകത്ത് ഈ വിദ്യാഭ്യാസം വാർദ്ധക്യത്തിൽ കഥാപാത്രമാണ് ചെയ്തത്. അപ്പോൾ അതിൽ സ്കൂളിൽ ഒരുമിച്ച് പഠിക്കുന്നത് തൊടുപുഴ വെച്ചായിരുന്നു എൻ്റെ ഷൂട്ട് കാര്യങ്ങളൊക്കെ. പിന്നെ മമ്മൂക്കയൊക്കെ പെരുമാറാനൊക്കെ നല്ല ഇതല്ലേ തന്നെ. ഈ നേരത്തെ അറിയാം നാടകത്തിൽ പുള്ളി. അന്നേരം പുള്ളിക്കാരനെ സജീവൻ എന്നാണ് പുള്ളിനെ അറിയുന്നത്. സജിൻ എന്നാണ് അറിഞ്ഞുകൊണ്ടിരുന്നത്. അനിയത്തിയുടെ കൂടെ ഒത്തിരി നാടകത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അന്നേരം വക്കീലല്ലായിരുന്നു. പിന്നെ ഈ ഫീൽഡിൽ വന്നതിന് ശേഷം പിന്നെ പുള്ളിയുടെ കൂടെ അഭിനയിക്കണം അതിനകത്താണ്, പളുങ്കിനകത്ത്. വീട്ടിൽ നിന്നൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നോ? നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നോ നമുക്കെന്ന് പറഞ്ഞാൽ അന്ന് ജീവിതമാർഗ്ഗം ഇതാണ്. അന്നത്തെ കാലത്തെ ജീവിതമാർഗ്ഗം ഇതാണ്. ഫാദറിനും മദറിനൊക്കെ അഭിനയത്തിൽ കഴിവുണ്ടായിരുന്നു. അപ്പൻ്റെ അനിയനൊക്കെയാണ് ചവിട്ടുനാടകം ആദ്യം ഇറക്കുന്ന ആൾക്കാർ. ബാക്കി അമ്മയെ പാടുന്നല്ലാതെ അങ്ങനെ അഭിനയിച്ചിട്ടൊന്നുമില്ല. ബാക്കി സഹോദരങ്ങളിലെ ഒരു ചേച്ചി മാത്രം. ഇവിടെ ഒരു മോനുണ്ട്, ഇവിടെ ചേച്ചിയുടെ മകൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു പയ്യുണ്ട്. ആ ചേച്ചി മാത്രം ഈ ഫീൽഡിലൊന്നുമില്ല. ഞങ്ങൾ ബാക്കി 4 പേര്. മൂത്ത കൂത്താട്ടുകുളം ലീല എന്ന് പറഞ്ഞ ചേച്ചി. പിന്നെ മക്കൾക്ക് കഴിവല്ല, പക്ഷെ അവരൊക്കെ ജോലിയിലും കാര്യങ്ങളിലൊക്കെ എനിക്ക് 2 പെൺപിള്ളേരാണ്. ഏലിയമ്മയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കുണിഞ്ഞി, അതുപോലെ തന്നെ കാരമല ചുറ്റുവട്ടത്തുള്ള ഭാഗങ്ങളെല്ലാം ഞാൻ പോയായിരുന്നു. കോഴിപ്പള്ളി ഏരിയയിലൊക്കെ പോയായിരുന്നു. അപ്പം അവിടെ വന്നപ്പം ഇവിടെ ഈ വീട്ടിൽ ഇങ്ങനെ വരാറുണ്ടായിരുന്നു എന്നൊരു ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു. ചേച്ചിയുടെ കൂട്ടുകാരിയാണെന്നും അറിയാനായിട്ട് സാധിച്ചു. അപ്പം അതിനെക്കുറിച്ച് ഈ അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങളോടൊന്ന് പറയാമോ? അന്നത്തെ കാലത്തെന്നൊക്കെ പറഞ്ഞാൽ മോനെ ഇവിടെ ബാത്റൂം സൗകര്യമൊന്നുമില്ല. സ്റ്റാൻഡിലൊന്നും ബാത്റൂം സൗകര്യവും കാര്യങ്ങളൊന്നുമില്ല. തന്നെയല്ല സ്റ്റാൻഡ് ഇത്ര പുരോഗമിച്ചിട്ടൊന്നുമില്ലല്ലോ. അന്നൊക്കെ ഈ കല്യാണ ഇടക്കാരെ പെണ്ണുങ്ങളാണ് ആ സ്റ്റാൻഡ് കൈയടക്കിയിരുന്നത്. അപ്പോൾ ഈ തൊട്ടടുത്തായതുകൊണ്ട് അവരൊക്കെ കയറി വരും. ആ ചേച്ചിന്ന് മാത്രമല്ല, അവിടെ വരുന്ന മിക്കവരും പെണ്ണുങ്ങളൊക്കെ ബാത്റൂമിൽ പോകാനുള്ള സൗകര്യത്തിനൊക്കെ നമ്മുടെ അടുത്ത് ഇവിടെ കയറി വരാറുണ്ട്. അതിൽ എനിക്ക് സുഖമില്ലാത്ത ആളായതുകൊണ്ട് കുഞ്ഞുണ്ണേച്ചി വന്നിട്ടുണ്ടെങ്കിൽ വല്ല വെള്ളം കുടിക്കാനോ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വരും. പിന്നെ മറ്റേ വീട്ടിലെ സ്ഥിതികളൊക്കെ ഇതായാലും അവരുടെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ഇങ്ങനെ വീട്ടിലെ ഒരു മോളും 2 ആൺപിള്ളേരുമാണ്. അതിൽ മൂത്തവനാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്, ബിനു എന്ന് പറഞ്ഞത്. ഇളയവൻ എന്തോ സുഖമില്ലാതെ തളർന്നു പോയിരുന്നു, ഷോക്കായിട്ട് വന്നിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യം. പിന്നെ അന്നൊക്കെ എന്ന് പറയാൻ കല്യാണത്തിലേക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും കാശൊന്നും കിട്ടിയല്ലോ. സാമ്പത്തികമായിട്ടൊക്കെ പുള്ളിക്കാരത്ത് ഭയങ്കര ഇതില്ല. പിന്നെ തന്നെയല്ല, നല്ലൊരു സ്ത്രീയാണ്. നന്നായിട്ട് പെരുമാറാൻ ആൾക്കാരോടൊക്കെ സ്നേഹമൊക്കെ ഉള്ളൊരു നല്ലൊരു സ്ത്രീയായിരുന്നു അവർ. അല്ലാണ്ട് എനിക്ക് അവരെ ഒരുപാട് മുന്നൊന്നും പരിചയമൊന്നുമില്ല. ഈ സ്റ്റാൻഡിൽ വന്ന് നിന്നാൽ കുറേ കാലം മാത്രം അത്ര പരിചയമുള്ളൂ.
പിന്നെ 19 ആയപ്പോൾ തൊട്ട് നമ്മൾ ഇതിലേക്ക് തന്നെ ആത്മീയ ജീവിതത്തിലേക്ക് പോയി. പിന്നെ വേറെ ആരുമായിട്ടൊന്നും ഒരു കണക്ഷനും കാര്യങ്ങളൊന്നുമില്ല. ഈ കാണാതെ പോയത് അറിഞ്ഞായിരുന്നോ ചേച്ചിയാ ആ കാലത്ത്? അതായത് അന്നേരം പോയി 2018 2018 ജൂലൈ 4 തീയതിയാണ് കാണാൻ പോകുന്നത്. അപ്പൊ 2019 തൊട്ട് ഞാൻ ഫുൾ ടൈം ഇതിലേക്ക് പ്രാർത്ഥന ജീവിതത്തിലേക്കായി. നമ്മൾ പിന്നെ അവരെ അതിനെക്കുറിച്ച് പിന്നെ മകനെ കാണുമ്പോൾ ചോദിക്കാറുണ്ട്. പിന്നെ ഇന്നാളെ ഒരു 2 കൊല്ലം മുമ്പാണോ 3 കൊല്ലം മുമ്പാണോ പിറവത്തുനിന്ന് സാറൊക്കെ അന്വേഷിച്ച് ഇവിടെ വന്ന് ചോദിച്ചു. ഇങ്ങനെ ചോദിച്ചപ്പോൾ കൂട്ടുകാരത്തെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയും ഇങ്ങനെ പരിചയമുള്ളൂ സാറേ, അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. പിന്നെ കഴിഞ്ഞ ആഴ്ചയാന്ന് തോന്നുന്നു ആലപ്പുഴ എന്നൊരു ശരണ്യാന്ന് പറഞ്ഞൊരു കുട്ടി വന്നായിരുന്നു. അന്നെങ്ങാണ്ട് ഇവര് 10 മണി വരെ കാണാത്തോണ്ട് എങ്ങാണ്ടാണ് ഇവിടെ കൊണ്ടുവന്ന് കേസ് കൊടുത്തത്. രാത്രി 10 മണി അല്ല, പിറ്റേ ദിവസമാണ് ഇവര് ഇവിടെ ഇത് കൊടുക്കണമെന്ന്. പിറ്റേ ദിവസമാണ് ശിവൻ എന്ന് പറഞ്ഞവരുടെ വീടിൻ്റെ അടുത്തുള്ള പുള്ളിക്കാരൻ വന്നാണ് പറഞ്ഞ് അറിയണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ചേച്ചി, പുള്ളിക്കാരത്തി വന്നില്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ സംഭവം അറിയണം. അല്ലാണ്ട് അതിനെക്കുറിച്ച് വേറെ എനിക്ക് കൂടുതലൊന്നും അറിയില്ല. ഈ പറഞ്ഞ കാണാതെ പോയ സംഭവം ഉണ്ടല്ലോ, ആ ഡേറ്റ് ഉണ്ടല്ലോ, അതിന് ആ അടുത്ത നാളുകളിൽ എന്തെങ്കിലും കണ്ടായിരുന്നോ ചേച്ചി? കണ്ടായിരുന്നോ പുള്ളിക്കാരത്തിനോ? അല്ല, അതിന് മുമ്പൊക്കെ പുള്ളിക്കാരത്തി വരുമല്ലോ, എന്നും വരുമല്ലോ, വൈകുന്നേരം പോകും. ഇവിടെ വരുമായിരുന്നല്ലേ? ഇവിടെയല്ലേ വരുതേ, നമ്മുടെ ഈ ഭിത്തിയുടെ അപ്പുറത്തല്ലേ സ്റ്റാൻഡ്. അപ്പൊ എന്ന് വന്നാലും അവിടെ നിന്നാലും വിളിച്ചായാലും ചോദിക്കും. ഇവിടെ വന്ന് വിവരം തിരക്ക് സുഖിയില്ല, ഞാൻ തീരെ കിടപ്പായിരുന്നു അന്നൊക്കെ. അപ്പൊ ഞാൻ വന്ന് തിരക്കും, വെല്ലം മേടിച്ചോണ്ട് തരണ കൊച്ചെന്നൊക്കെ ചോദിക്കും. അപ്പൊ ചെന്ന ചേച്ചിയുടെ മോനാന്ന് ഇവിടെ താമസിച്ചോണ്ടിരുന്നത്. ചേച്ചിക്ക് ഇപ്പൊ ഒരു സഹായമായിരുന്നല്ലേ? വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടിച്ചോണ്ട് വരാനുള്ള ഒരു മനസ്സൊക്കെ ഉണ്ടായിരുന്നു. അതെ, അപ്പൊ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അവരെ മറ്റുള്ളവരായാലും നമ്മളെ സഹായിക്കുമല്ലോ. അപ്പൊ ഈ ചേച്ചി എന്ന് പറഞ്ഞാൽ എല്ലാ നല്ല സ്നേഹമുള്ളൊരു ചേച്ചിയാണ്. ക്ലീനിങ്ങിനൊക്കെ കൂടുമായിരുന്നോ? ചില സമയത്തൊക്കെ ഒരുപാട് പൈസ ഒന്നും കൊടുക്കാനുള്ള സാമ്പത്തികം ഒന്നും എനിക്കില്ല. അപ്പം ചേച്ചി ഷൈന എനിക്ക് എന്തെങ്കിലും തന്നാൽ മതി എന്ന് പറഞ്ഞു. ഒരു മുറി മാത്രമേ ഞാൻ ഉപയോഗിച്ചോണ്ടിരുന്നുള്ളൂ. ആ മുറി വന്ന് വൃത്തിയാക്കി തരുമോ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ അതിൽ പൈസ നമ്മൾ വില കൊടുത്തു കഴിഞ്ഞാൽ മേടിക്കും, അല്ലെങ്കിൽ പറയാം എനിക്ക് വേണ്ടൊരു വെച്ചാൽ അല്ലെങ്കിൽ പുകല മേടിച്ച് തന്നാൽ മതി. അങ്ങനെയുള്ളൊരു ചേച്ചിയായിരുന്നു. മുറുക്കുമായിരുന്നല്ലേ? മുറുക്കും പുള്ളിക്കാരത്തി. മദ്യപിക്കുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ കഴിക്കുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പുള്ളിക്കാരത്തി പറയും പുള്ളിക്കാരത്തേക്ക് അങ്ങനെയുള്ള ഇതൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ കഴിക്കണ ചേച്ചി വീട്ടിൽ പോയി കഴിക്കപ്പെടുന്ന കഴിക്കലെന്ന് പറയുകയോ. അപ്പൊ അല്ലാണ്ട് വേറെ അവൻ ചെന്ന ശരിക്കും ഒരു കൂടപ്പറപ്പ് പോലെ വലിയ കാര്യമായിരുന്നു, എന്നോട് വലിയ സ്നേഹമായിരുന്നു. എന്തെങ്കിലും വർത്തമാനത്തില് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു വാക്ക് കേട്ടിട്ടുണ്ടാവോ? ഇല്ല, ഞാൻ അങ്ങനെ പേര് കേട്ടില്ല. പക്ഷെ ഇവരുടെ കൂടെ കുറെ പേരുണ്ടല്ലോ, ഈ ബ്രോക്കർമാർ കുറെ പേരുണ്ടല്ലോ. അപ്പൊ അതിൽ ഞാൻ ഇങ്ങനെ ഒരു പേര് ഞാൻ കേട്ടായിട്ട് ഓർക്കണില്ല. പിന്നെ ഈ പാലക്കാട് കണ്ടൊരു സെബാസ്റ്റ്യൻ. അപ്പൊ അല്ലാണ്ട് ഇയാളെന്നും ഞാൻ അറിയാലോ. അവർ ബ്രോക്കറാണോ പാലക്കാട് ഉള്ളത്? അത് സെബാസ്റ്റ്യൻ. അവന് കല്യാണയുടെ മറ്റേ അയാൾ എങ്ങാണ്ട് സ്ഥലത്തിന്റെ എങ്ങാണ്ട് ബ്രോക്കറല്ലേ. അല്ലാണ്ട് ആ മനുഷ്യനെ ഞാൻ കണ്ടായിട്ട് ഓർക്കുന്നില്ല. ഫോട്ടോ കാണിച്ചത് ഞാൻ അയാളെ കണ്ടായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഈ ഷാപ്പിലുള്ള ബേബി എന്ന് പറഞ്ഞ ചേട്ടൻ്റെ അടുത്ത് ഞങ്ങൾ പോയായിരുന്നേ. അവിടെയോ? അവിടെ ഈ കോഴിപ്പള്ളിയില് അവിടെ വന്ന് ബേബി ചേട്ടനോട് പറഞ്ഞു, ഇന്നൊരു കമ്പനി ഉണ്ടായിരുന്നു, ഇന്നൊരു വെള്ളോടി കമ്പനി ഉണ്ടായിരുന്നു, അത് ഞാൻ സെബാസ്റ്റ്യൻ്റെ ഒപ്പം ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വർത്തമാനത്തിൽ കൂടിയെങ്കിലും ഈ സെബാസ്റ്റ്യൻ്റെ വാക്ക് കേൾക്കാനായിട്ട് വല്ല ഇടയായിട്ടുണ്ട്? ഇല്ല, അങ്ങനെയുള്ളതൊന്നും എന്നോട് പറയല്ല. ഞാൻ ദേഷ്യപ്പെടണം. അപ്പം തന്നെയല്ല നമ്മളോട് ആ ഒരു ബഹുമാനം വെച്ചിട്ട് ചേച്ചി വർത്താനം പറയുള്ളൂ. അല്ല അങ്ങനെ കഴിക്കാൻ പോയ കാര്യം അപ്പം കിട്ടിയെന്നാലും ഇവർ കല്യാണം നടത്തി അന്നേരമൊക്കെ കൊടുക്കൂലോ. അപ്പം അങ്ങനെ മേടിച്ചാലും ഞാൻ ബാഗിനകത്ത് വെച്ച് കൊണ്ടുവന്നിട്ട് കൊച്ച, എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി കൊച്ച ഇളയവന് അങ്ങനെയൊക്കെ പറയുന്നല്ലാതെ ഇങ്ങനെയുള്ളതൊന്നും പറയല. ഈ ഇളയ ചെറുക്കന് ആരോഗ്യത്തോട് കൂടി നടന്ന സമയം പെട്ടെന്ന് ഇടക്കാലം കൊണ്ട് ഇങ്ങനെ വീഴ്ച പെട്ടെന്ന് അത് ചേച്ചിന് മാനസികമായിട്ട് ചേച്ചിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ചെറുക്കൻ അങ്ങനെ ആയിപ്പോയതേ. നാളായിരുന്നു ചേച്ചിയുടെ മിസ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട് അതിനൊരു 2 വർഷം മുമ്പാന്ന് തോന്നുന്നു ഈ മോൻ കിടപ്പായി പോയെന്ന് എനിക്ക് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് അതാ കിട്ടിയത്. അങ്ങനെയാന്ന് തോന്നുന്നു. അപ്പം അവനിവിടെ നല്ല ഇതിൽ ഇതായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെങ്ങള് കൊച്ചുണ്ടെന്ന് തോന്നുന്നു. വാളകത്ത് തെറ്റിച്ചു. അതൊക്കെ ഒത്തിരി പാട് വെച്ചാട്ടോ ചേച്ചി. പെണ്ണൊക്കെ വായിക്കാനൊക്കെ ഒരുപാട് വിഷമിക്കുകയൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ? ഒരുപാട് ദുരിതം അനുഭവിച്ച സ്ത്രീയാണ്. ഒരുപാട് ദുരിതം അനുഭവിച്ച സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് മറ്റുള്ളവരുടെ കഷ്ടപ്പാടൊക്കെ നന്നായിട്ട് മനസ്സിലാവും. അതുപോലെ ആരെങ്കിലും ഭക്ഷണം കഴിക്കാതെയൊക്കെ ഉണ്ടെങ്കിൽ ഈ കുഞ്ഞുണ്ണേച്ചി മേടിച്ചു കൊടുക്കും അവർക്ക് ഭക്ഷണം. അങ്ങനെയുണ്ടായിരുന്നോ? അങ്ങനെ ചെന്നാൽ തിരിച്ചു പോകാനായിട്ട് വണ്ടിക്കൂലിക്ക് കാശില്ല വന്ന് ചോദിക്കുമോ. അപ്പോൾ നിങ്ങൾ പൈസ ഒന്നും ഇല്ലാതെ നല്ല പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ പറയും എൻ്റെ കയ്യിൽ 50 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരാൾ വന്ന് വിശക്കുവാന്ന് പറഞ്ഞു. ഇപ്പോൾ പൊറോട്ടയും മേടിച്ചു കൊടുത്തു, ഒരു ചായയും മേടിച്ചു കൊടുത്തു, 2 പൊറോട്ടയും മേടിച്ചു കൊടുത്തു. എൻ്റെ ഷൈനിയെ തിന്നണ കണ്ടിട്ട് സങ്കടം തോന്നി. അങ്ങനെയൊക്കെ മനസ്സലിവുള്ളൊരു സ്ത്രീയാണ്.
ദാരിദ്ര്യമൊക്കെ അനുഭവിച്ചുകൊണ്ടേ അങ്ങനെയൊക്കെയുള്ളൊരു ചേച്ചി. കഷ്ടപ്പാട് അനുഭവിച്ച് ജീവിക്കുന്ന ആൾക്കാർക്കാണല്ലോ ചേച്ചി മറ്റുള്ളവരുടെ പെട്ടെന്ന് മനസ്സിലാകുന്നത്. പെട്ടെന്ന് അവർക്ക് അതൊരു ഫീൽ ചെയ്യും. ഒരു പരിധി കഴിഞ്ഞ് സാമ്പത്തികം ഉള്ളവർക്ക് പാവപ്പെട്ട ആൾക്കാരുടെ ബുദ്ധിമുട്ട് അറിയത്തില്ലല്ലോ. ചേച്ചി അങ്ങനെ ഒരു വ്യത്യാസം കുറെ മനസ്സിൽ ഒത്തിരി ആൾ വിഷമം ഉണ്ടാവുന്നൊരു കാര്യം. ഇന്ന് ഞാനൊരു സത്യത്തിൽ മൂടോട്ട് അതാ ഇതിൽ കണ്ടപ്പോഴേ മനസ്സൊരു വിഷമം തോന്നി. ചേച്ചിയുടെ പടമൊക്കെ വീണ്ടും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കൊരു നാട്ടിൽ ഞങ്ങൾ പോയി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോന്റെ വീഴ്ചയോട് കൂടി കറക്റ്റായിട്ട് 5 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ ആ ചേച്ചി ആ മല കയറി ആ മോനെ കുളിപ്പിക്കാനും ഭക്ഷണം കൊടുക്കാനൊക്കെ ആയിട്ട് ആ മല കയറി വരാറുണ്ട്. ടൈമിംഗ് ആണ്, അലാറം വെച്ചാക്കുന്ന പോലെയാണ്. അല്ല അത് ക്ലോക്കിന്റെ സമയം തെറ്റിപ്പോവും. അതുപോലെയാണ് ഈ ചേച്ചിയുടെ കാര്യങ്ങൾ. അത് തന്നെയല്ല ചേച്ചി അവിടുന്ന് 11 മണി എങ്ങാണ്ടാവും തോന്നുന്നു, അന്നേരം കണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നേ. ഇങ്ങോട്ട് തന്നെയല്ല അവനുള്ള ഭക്ഷണവും സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചേച്ചി പോണ കൃത്യമായിട്ട് അത് ചെയ്തിരിക്കും. എണീറ്റ് പോലും ആ ചെറുക്കിന് ഇരിക്കാൻ വയ്യായിരുന്നല്ലേ. അയ്യോ മറിഞ്ഞങ്ങോട്ട് വീഴുവോ അങ്ങനെയൊക്കെ അത് പറഞ്ഞ്. പിന്നെ ഈ മണിച്ചേട്ടൻ പറഞ്ഞൊക്കെ ഉള്ള അറിവുള്ളൂ എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ. ഞങ്ങൾ അറിഞ്ഞത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചേച്ചി 5 മണിയായിട്ട് വന്നില്ല, 5:30 6 മണിയായപ്പോഴത്തേന് ഈ മോന്, അതായത് 32 വയസ്സുള്ള മോനാണ് ആ സമയത്ത്, 32 വയസ്സുണ്ട് അവന്റെ പേരും തോന്നുന്നു. ആ മോന് അലമുറിയിട്ട് കരയാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ എന്ത് ചെയ്യും, എൻ്റെ അമ്മയ്ക്ക് എന്ത് പറ്റും. കരച്ചിൽ സഹിക്കാൻ വയ്യാതെയാണ് ആ നാട്ടുകാരെല്ലാം അവിടെ ഈ കേസുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടത്. കേസ് കൊടുക്കാനായിട്ട് സ്റ്റേഷനിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത്. അന്ന് എന്തോ സ്റ്റേഷനിൽ വേറെ ഏതോ കേസ് പരമായിട്ട് എന്തോ അന്വേഷണങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് കേസ് എടുത്തില്ല. പിറ്റേ ദിവസം ആ കേസ് എടുത്ത് അവർ അന്വേഷണം തുടങ്ങി എന്നാണ് ആ ഒരു റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഏലിയാമ്മ ചേച്ചിയുടെ മിസ്സിങ്ങോട് കൂടി ആ മോനെ ആ അമ്മേനെ നഷ്ടപ്പെട്ടെന്നുള്ള കാരണം ഒരു അമ്മയുടെ പരിചരണം ഉണ്ടെങ്കിൽ മാത്രം ഡ്രസ്സ് മാറിക്കണ വരെ ചേച്ചി അങ്ങനെയായിരുന്നു. അപ്പൊ ഇത് എല്ലാവരും പറഞ്ഞു. ഞാൻ ഇപ്പൊ ഇവിടെ വന്ന് പറഞ്ഞപ്പോഴും ശിവൻചാരനായാലും പറഞ്ഞു, ചേച്ചി കുഞ്ഞോളി ചേച്ചി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ 5 മണിക്ക് അവിടെ എത്താതിരിക്കുകയല്ല. കാരണം ഈ മോനെ വേറെ ആരും നോക്കിയാൽ ആരും വെള്ളം കൊടുക്കാൻ പോലും ഇല്ലല്ലോ. എല്ലാം അടുത്ത് വെച്ചിട്ടൊക്കെയാണ് ഈ പുള്ളിക്കാരത്തി വന്നോണ്ടിരുന്നത്. ഏലിയാമ്മ ചേച്ചിയുടെ മിസ്സിങ്ങോട് കൂടി ആ കൊച്ച് ഈ മോനെ വളരെയധികം സങ്കടത്തിലായി. വളരെയധികം ദിവസം ഭക്ഷണം കഴിക്കായിരുന്നു. നോക്കാനും പരിചരിക്കാനും ആരും ഇല്ലാതെ വന്ന കാരണം പഞ്ചായത്ത് ഇടപെട്ട് അവരെ ഈ കലൂർക്കാടൊരു അനാഥ മന്ദിരത്തിൽ കൊണ്ടേ ആക്കി എന്ന സൂചനയാണ് നമുക്ക് കിട്ടിയത്. ഞങ്ങളവിടെ കാണാൻ പോകണം എന്ന് ഓർത്തോണ്ടല്ല സിജി നമ്മള് നമുക്ക് എനിക്ക് ഈ ആത്മീയതാന്റെ ബന്ധമുള്ളത് കൊണ്ട് ഒരുപാട് പേരെ പരിചയമുള്ള കുറെ സ്ഥലത്തേക്ക് നമ്മൾ വിളിച്ചു ചോദിച്ചു. അപ്പം അന്നേരം അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവൻ ചെറുപ്പക്കാരനില്ലേ, തന്നെ സ്വന്തമായിട്ട് ഇവൻ്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നവരെയാണ് അവരെ ഇതാക്കുള്ളൂ. ബാക്കി അവർ വേണേൽ നോക്കും. പക്ഷേ ഈ അവൻ്റെ കാര്യങ്ങൾ പ്രാഥമിക കാര്യങ്ങൾ പോലും അവന് ചെയ്യാൻ പറ്റുമല്ലോ. ഏലിയാമ്മ ചേച്ചി വന്നിട്ടായിരുന്നു ഡ്രസ്സ് മാറ്റും, അവനെ ബാത്റൂമിൽ കൊണ്ടുപോകുകയൊക്കെ ചെയ്തോണ്ടിരുന്നത്, ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്തോണ്ടിരുന്നത്. കുഞ്ഞു പിള്ളേരെ നോക്കുന്ന പോലെ അവനെ പരിചരിക്കണമായിരുന്നാണ് പറഞ്ഞത്. എന്താണെങ്കിലും അവനാണ് ഏറ്റവും വലിയൊരു ഈ ഏലിയാമ്മ ചേച്ചിയുടെ മിസ്സിങ് അവനെയാണ് ശരിക്കും ബാധിച്ചത്. അല്ല ഒത്തിരി നാട് ചേച്ചി വരും വരാന്ന് വെച്ചാൽ ഈ മകനെ ചേച്ചിക്ക് അത്ര ജീവനാണ്. അവനെ അത്ര ഇഷ്ടമായിരുന്നു ഈ ബിജുവിനെ. അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അവനെ വരാതിരിക്കുകയല്ല. കാരണം പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടനാണേലും ചേട്ടനൊന്നും പറഞ്ഞു തന്നാലും നമ്മൾ കേൾക്കൂല. ഈ സുഖിലാന്ന് പറഞ്ഞ പയ്യനെയും അവനിപ്പോൾ എവിടെയാന്ന് പറഞ്ഞേ? കലൂർക്കാട് അല്ലേ. അതോടെ കുടുംബം പോയി. അതെ ആ വീട് ഇപ്പൊ അനാഥമായി. വീട്ടിൽ ആരും അവിടെ പോയായിരുന്നു. ഞങ്ങൾ അവിടെ പോയായിരുന്നു. അവന്റെ ചേട്ടൻ മുകളിലെ തൊട്ട് മുകളിൽ ബിനു വീട് അവന് ഏതാണ്ട് അസുഖമുള്ള കൊച്ചായി ബിനു എന്ന് പറഞ്ഞതും. പിന്നെ അവന്റെ ഭാര്യ നല്ല മെഡിക്കൽ കൊച്ചിക്കാ. കുടുംബം നടത്തിക്കൊണ്ട് പോണ കാര്യങ്ങളൊക്കെ അവളാ. പിന്നെ പിതാവിന്റെ സപ്പോർട്ടും ഇല്ല, അതുപോലെ തന്നെ മാതാവിന്റെ ഇല്ലാവുന്നു. ഒരാള് പോലെ ഒരു സഹോദരി ഉള്ള അവളൊക്കെ പിന്നെ നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൾക്ക് അങ്ങനെ വന്നങ്ങ് നിൽക്കാനും നോക്കാനും പറ്റുമല്ലോ. ചേച്ചി ഇപ്പൊ ഈ ടൗണുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ചേച്ചി ഇവിടെ താമസിക്കുന്നത്. അപ്പം ഈ ഏലിയാമ്മയുടെ ആ ഒരു മിസ്സിങ് അതെങ്ങനെ സംഭവിച്ചു, എങ്ങനെ എന്തെങ്കിലും ഒരു നാട്ടുവാർത്ത ചേച്ചിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ അതിനെ സംബന്ധിച്ച്? അല്ല അതിനെക്കുറിച്ച് കൂടുതൽ പറയാമെന്ന് ചേച്ചിക്ക് അറിയത്തില്ല മോനെ. എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ആ പുള്ളിക്കാരത്തി ഒരു നല്ല സ്ത്രീയായിരുന്നു, നല്ല മനസ്സിൻ്റെ ഉടമയായിരുന്നു ആ ചേച്ചി. അപ്പോൾ ഇവർക്ക് എന്താ സംഭവിച്ച കാരണം ആ പുള്ളിക്കാരത്തി അങ്ങനെ ഈ വീടും ഇവനെ മറന്നൊരു ജീവിതം ആ ചേച്ചിക്ക് ഇല്ല. വേലിയാൻ ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം എത്ര പൈസ ഇല്ല എന്തെന്നാന്ന് പറഞ്ഞാലും ശരി, ഇവനെ മറന്നൊരു ജീവിതം ആ പുള്ളിക്കാരത്തിക്കില്ല. അവരത്ര ഇതായിരുന്നു ഈ മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അറ്റാച്ച്മെന്റ് ആയിരുന്നു. ആരോഗ്യമുള്ളപ്പോൾ നടക്കുന്ന സമയത്തൊക്കെ ഇവർ തമ്മിൽ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര കാര്യമായിരുന്നു ഈ ചേച്ചിക്ക്. ഞാനല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. മറ്റവന് കുടുംബമുണ്ട്, മകൾക്കായാലും കുടുംബമുണ്ട്. ഇവൻ്റെ ഭാര്യയും കണ്ട് വിഴിച്ചു പോവുകയാണ് ചെയ്താൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല. പിള്ളേർ അങ്ങനെ ഒന്നും എൻ്റെ അടുത്ത് ഇവരൊന്നും വരാറില്ല. ചേച്ചി വരും, ചേച്ചി പറഞ്ഞ വിവരമായിരുന്നു. മോന് ഈ ശരിക്കും ഏലിയാമ്മ ചേച്ചി ഒരു സങ്കടക്കടലായിട്ട് തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്.
പക്ഷെ അവരെങ്ങനെ വിഷമമുള്ള സ്ത്രീയാന്ന് തോന്നിയില്ല, അതാണ് അവരുടെ പ്രത്യേകത. ആ വിഷമം മറക്കാനായിരിക്കും ചിലപ്പോൾ മദ്യപിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റൂലേ. പറച്ചിലുകാരും മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, അതിന്റെ വിഷമങ്ങൾ ചിലപ്പോൾ മറക്കാനായിട്ട് ചിലപ്പോൾ അല്ല പിന്നെ വേറെ സഹായിക്കാനൊന്നും ചെയ്തല്ലോ, സ്ത്രീ അങ്ങനെ ചെയ്തല്ലോ, ചിലപ്പം അതിന്റെ അത് മദ്യം കുടിച്ചാൽ അവിടെ അയൽവക്കത്തൊക്കെ വീടുകളിലൊക്കെ അപ്പൊ അതിനകത്ത് 1-2 പേരെ അവര് അയൽവക്കംകാരൊക്കെ സഹായിക്കുന്നവരുണ്ടായിരുന്നു. ഈ ചേച്ചി വലിയ കുടുംബക്കാരൊക്കെ ഇവിടെ ഉള്ളവരെ, അപ്പൊ അവര് സഹായിച്ചു ഷൈനി അങ്ങനെ ചെയ്തെന്നൊക്കെ പറയാറുണ്ട്. മോളെ ഞാൻ വിളിക്കാതെ, ഇവിടെ എന്റെ 2 സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്, ഞാൻ വിളിക്കാട്ടോ. നമ്മുടെ സഭയിലെ പിള്ളേരെ ഒരു കാര്യം കൂടി ചോദിച്ചാട്ടെ, ഇതുപോലെ തന്നെ ഈ മിസ്സിങ്ങിന്റെ ഒരു കഥ ഇത് ഈ ഒരു 10-15 കൊല്ലത്തിനിടയ്ക്ക് ഈ പ്രദേശത്ത് വല്ലതും കേട്ടിട്ടുണ്ടോ? ഈ ഏലിയാമ്മ ചേച്ചി കാണാതെ പോയ? ഇല്ല, ഇതാണ് ഞാൻ കൂത്താട്ടുകുളത്ത് കേട്ടേക്കണ ഒരു കേസ് കിട്ടിയതാട്ടോ, ഞാനല്ലാതെ ഞാൻ കേട്ടിട്ടില്ല. കുറുക്കനെ കോഴീനെ റാഞ്ചിക്കൊണ്ട് പോകുന്ന പോലെ ഒരു സുപ്രഭാതത്തില് പട്ടാപ്പകല് ഏലിയാമ്മ ചേച്ചി ഇവിടുന്ന് ഈ കൂത്താടുന്ന് മിസ്സായി പോവാന്ന് പറഞ്ഞാൽ അതിന്റെ CC ക്യാമറ കാര്യങ്ങളും CCTV കാര്യങ്ങളൊക്കെ പോലീസ് എടുത്തുന്നാണ് കേട്ടത്. കിട്ടിയെന്നാണ് പിന്നെ പറഞ്ഞ ബസ്സൊക്കെ സ്റ്റാൻഡൊക്കെ കാണിക്കണ്ടായിരുന്നല്ലോ മറ്റേ ഇതിനകത്ത്. പിന്നെ അന്നൊക്കെ മോനെ ഇത്ര സംവിധാനം ഇല്ലല്ലോ. അന്നത്തെ 2018 ജൂലൈ 4-ാം തീയതി അന്നൊക്കെ ഇത്രയും ഇതില്ലല്ലോ. ഇപ്പൊ എല്ലാ കടയുടെ ഇവിടെയൊക്കെ ഉണ്ട്, നമ്മുടെ ഈ പുറകിലും ഒക്കെ ഉണ്ട്. നാട്ടിലൊക്കെ ആ സമയത്ത് നല്ല അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നു ചേച്ചി, ആൾക്കാർക്ക് ഒത്തിരി തിരക്കിയായിരുന്നോ? വാർത്തയൊക്കെ എങ്ങനെ ചാനലുകളൊക്കെ വന്നായിരുന്നു ആ സമയത്ത്? അന്ന് എന്തോ ഈ സ്റ്റേഷൻ സംബന്ധിച്ച് എന്തോ വേറൊരു വലിയൊരു കേസ് ഇതിന്റെ പുറകിലായിരുന്നു ഇവരെന്ന് തോന്നണം. അങ്ങനെ അപ്പൊ അതിനെ കുറിച്ച് വേറെ കൂടുതലും നമ്മള് പിന്നെ അതൊക്കെ തിരക്കാനും അന്വേഷിക്കാനും ഒന്നും ഇല്ല. നമ്മള് ജോലിയുണ്ട്, ഇവരാരെങ്കിലും വന്ന് പറയുമ്പോ അറിയണം, അല്ലാതെ വേറെ കൂടുതലൊന്നും എനിക്ക് അറിഞ്ഞൂടാ അതിനെ കുറിച്ച്. ശിവനൊക്കെ വരുമ്പോ എൻ്റെ അടുത്ത് വരും. സമൂഹത്തിലെ സ്ത്രീകളോട് പറയാനുള്ള മെസ്സേജ് തന്നെ ചേച്ചി? സമൂഹത്തിലെ സ്ത്രീകളോട് പറയാനുള്ള മെസ്സേജ് എന്നാന്ന് വെച്ചെന്നാൽ, ലോകത്തിലുള്ളവരെല്ലാവരും നമ്മുടെ സഹോദരനോ അല്ലെങ്കിൽ നമ്മുടെ അപ്പനോ അങ്ങനെയൊന്നും അല്ലല്ലോ. ആണിനെ അങ്ങനെ തന്നെ അതേ രീതിയിൽ തന്നെ കാണണം. പിന്നെ എല്ലാവരും കണ്ണടച്ച് വിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റുന്ന ചില അബദ്ധങ്ങൾ. പക്ഷേ പിന്നെ ഈ ചേച്ചി ഒരു നിഷ്കളങ്ക മനസ്സുള്ളൊരു പുള്ളിക്കാരത്തിയായിരുന്നു. അപ്പം അതിൻ്റെ പേരിലാണ് ഇപ്പം തന്നെയല്ല ഇപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊക്കെ ആൾക്കാർക്കൊക്കെ ഇച്ചിരിയോടൊക്കെ വിവേചിച്ചറിയാനുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മനുഷ്യർക്ക്. നേരത്തെ പോലെ ഒന്നും അല്ലല്ലോ ഇപ്പം. അതുപോലെ അങ്ങനെ ദാരിദ്ര്യം ഇല്ലല്ലോ മോനെ, പണ്ടത്തെ പോലെ ഒന്നും ദാരിദ്ര്യം ബുദ്ധിമുട്ടൊന്നും ആൾക്കാർക്കില്ലല്ലോ. ഇപ്പോൾ ഒരാളെ ഒരിക്കലും പരിചയമില്ലാത്ത ഒരാളെ അങ്ങ് കണ്ണടച്ചൊക്കെ അങ്ങ് വിശ്വസിക്കാൻ പാടുണ്ടല്ലോ. ഇപ്പം മക്കളെ പോലും കൂടുതൽ വിശ്വസിക്കാത്ത കാലഘട്ടമാണ്. ഐഷയുടെ വീട്ടിൽ ഞങ്ങൾ പോയിരുന്നു. ഐഷയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെയുള്ള പ്രദേശവാസികളും ഐഷയുടെ സഹോദരനും അതുപോലെ തന്നെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐഷ സ്ഥലം ആധാരം ചെയ്യുന്നതിൻ്റെ തലേ ദിവസമാണ്, അതായത് നാളെ ആധാരമാണെങ്കിൽ ഇന്നാണ് മിസ്സാകുന്നത്. വേറെ സ്ത്രീകൾ പോയിന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനുള്ള എമൗണ്ട് എല്ലാം കുടുംബശ്രീ എന്നൊക്കെ സ്വരുക്കൂട്ടി വെച്ചിരുന്നു. അപ്പോൾ എല്ലാവരുടെ കൂടിയിട്ട് അതെല്ലാം എമൗണ്ട് എല്ലാം കളക്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ആ എമൗണ്ട് അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഓൾറെഡി പുള്ളിക്കാരത്തി കൊണ്ടുപോയത്. പിന്നെ ബിന്ദു പത്മനാഭന്റെ കാര്യമാണെങ്കിൽ ബിന്ദു പത്മനാഭന് 3.5 ഏക്കർ സ്ഥലത്തിലധികം ഉണ്ടായിരുന്നു. കടവന്ത്രയിലൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു. നല്ല സാമ്പത്തിക ഭദ്രത ഉണ്ടായിരുന്നു. 10-300 പവൻ സ്വർണ്ണം എടുത്ത് പുള്ളിക്കാരത്തിക്ക് സാമ്പത്തികമായിട്ട് കാരണവന്മാരായിട്ട് തന്നെ ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന ഒത്തിരി ആടയാഭരണങ്ങൾ, വിലപിടിപ്പുള്ള ഡയമണ്ട് ഉൾപ്പെടെയുള്ള ആഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൂടെ വാഹനം ഉണ്ടായിരുന്നു. ആഡംബരമായിട്ട് തന്നെ ജീവിച്ചുകൊണ്ടിരുന്നത്. പണ്ട് കാലത്ത് ആ തീണ്ടലും തൊടിയിലൊക്കെ ഉള്ള ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ആ കാലഘട്ടത്തിൽ അന്നത്തെ രാജാക്കന്മാരുടെ അതേ പ്രൗഢിയായിരുന്നു ഈ ബിന്ദു പത്മനാഭൻ്റെ വീട്ടിൽ. കാരണം അത്ര ഒരു തലയെടുപ്പ് ഉണ്ടായിരുന്നു ആ നാട്ടിൽ. ആ നാട്ടിൽ തന്നെ ഏറ്റവും ആദ്യം TV മേടിച്ചതും അതുപോലെ തന്നെ വാഹനം മേടിച്ചതൊക്കെ അവരാണ്. അപ്പോൾ ഓൾറെഡി അവരുടെ സ്ഥലമെല്ലാം എഴുതി മാറിപ്പോയി. ബാങ്കിൻ്റെ ലോക്കർ ഉൾപ്പെടെ എല്ലാം കവർന്നെടുത്തു. സ്വർണ്ണാഭരണങ്ങളൊക്കെ അതിലേ പോയെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും ഇതിനെ സംബന്ധിച്ചും അത് സാമ്പത്തികമുള്ളൊരു വീട്ടിൽ നിന്നൊരു ആളുടെ മിസ്സിങ്. പിന്നെ മൂന്നാമതൊരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ തൊട്ടടുത്ത് ഏറ്റുമാനൂർ ജൈനമ്മ എന്ന് പറഞ്ഞത്. ജൈനമ്മേനെ സംബന്ധിച്ചാൽ ജൈനമ്മയ്ക്ക് 10-15 പവൻ സ്വർണ്ണം ഉണ്ടായിരുന്നു. പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന സ്ത്രീയായിരുന്നു. ഭർത്താവുമായിട്ട് നല്ല ലോകത്തിന് തന്നെയായിരുന്നു. ചെറിയൊരു മദ്യപാനമൊക്കെ ഭർത്താവ് ഉണ്ടായിരുന്നു. എന്നാലും സന്തോഷപരമായിട്ട് ആ കുടുംബം പൊയ്ക്കൊണ്ടിരുന്നത്. പുള്ളിക്കാരത്തി പ്രാർത്ഥിക്കാനായിട്ട് ഇങ്ങനെ പള്ളികൾ തോറും പോകാറുണ്ടായിരുന്നു. മിക്ക ദിവസങ്ങളും പ്രാർത്ഥന എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി പങ്കെടുക്കാറുണ്ടായിരുന്നു. പെരുന്നാൾ അതുപോലെ ധ്യാനങ്ങളിലെല്ലാം പങ്കെടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഏലിയാമ്മേനെയും കവർന്നുകൊണ്ട് പോയി. പിന്നെയാണ് സിന്ധു എന്ന് പറഞ്ഞത്. സിന്ധുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സിന്ധുവിൻ്റെ മോക്കടെ കല്യാണം, അതായത് 40 ദിവസം കഴിഞ്ഞ സിന്ധുവിൻ്റെ മോക്കടെ കല്യാണം. സിന്ധുവിന് 2 പെൺപിള്ളേരാണ്.
അതിനു വേണ്ടിയിട്ട് പണം സമാഹരിക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആധാരമൊക്കെ ഒരിടത്ത് പണയം വെച്ചിരുന്നു. അതിനുശേഷം ആ ആധാരം വീണ്ടും എടുത്തിട്ട് വീണ്ടും കുറച്ചുകൂടെ എമൗണ്ട് കിട്ടാനായിട്ടാണോ എന്നറിയില്ല, പോയിട്ട് അമ്പലത്തിലാന്ന് പറഞ്ഞിട്ട് പോയതാ, തിരിച്ചു വന്നില്ല. തീർത്തും ഒരു പാവപ്പെട്ട കുടുംബത്തിലായിരുന്നു. അതുപോലെ തന്നെ ഏലിയാമ്മ ചേച്ചിയുടെ കാര്യമാണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഏലിയാമ്മ ചേച്ചിയാണ് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ആകെപ്പാടെ അരപ്പവൻ്റെ ഒരു കമ്മൽ ഏകദേശം ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ കമ്മല് സ്വർണ്ണമാണ്, എനിക്കറിയത്തില്ല. ഏലിയാമ്മ ചേച്ചിക്ക് ഒരു അരപ്പവൻ്റെ കമ്മൽ ഉണ്ടായിരുന്നോളെന്ന് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ വെയിറ്റ് വന്നു കഴിഞ്ഞാൽ 4 ഗ്രാമിൻ്റെ ഒരു കമ്മൽ മാത്രം ഉണ്ടായിരുന്നത് സ്വർണ്ണമായിട്ട് സാമ്പത്തികമായിട്ട്. ഈ സാമ്പത്തിക കമ്മലൊക്കെ ഈ പെണ്ണിന്റെ കല്യാണത്തിന് വെച്ചെന്ന് അറിയുക, എനിക്ക് വേറെ അറിയത്തില്ല. ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആള് നീറ്റായിട്ട് നടക്കുള്ളൂ. ഡ്രസ്സൊക്കെ നല്ല നീറ്റാക്കിയ പുള്ളിക്കാരി നടക്കുള്ളൂ, വസ്ത്രമൊക്കെ നന്നായിട്ട്. ഇതിൻ്റെ അകത്ത് ഈ 5 പേരിൽ 2 വീട്ടുകാർ സാമ്പത്തികം ഇല്ലാത്ത വീട്ടുകാരാണ്. അതായത് സിന്ധുവും അതുപോലെ തന്നെ ചേച്ചി. ഈ സിന്ധുവും ഏലിയാമ്മയും പോയ കാര്യങ്ങൾ സാമ്പത്തികം ഇല്ലാത്ത ഒരാളെയോടെ കവർന്നുകൊണ്ട് പോവുക എന്ന് പറയുമ്പം അത് എന്ത് കാര്യങ്ങൾക്കാണ് ഞങ്ങൾ കൂടുതലായിട്ടും ചേച്ചിനെ പോലെയുള്ള ആൾക്കാരെ എടുത്ത് വന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതാണ് ഞങ്ങളിങ്ങനെ അന്വേഷിച്ച് ഇവരുടെ റൂട്ട്, ഇവർ പോയ വഴികളൊക്കെ ഞങ്ങളിങ്ങനെ അന്വേഷിച്ച് വന്നത്. അതാണ് ഇത്രയും കാര്യങ്ങൾ ചേച്ചി പറഞ്ഞു തന്നതിന് ഒത്തിരി താങ്ക്സ്. ചേച്ചിയുടെ വലിയൊരു മനസ്സ്. അല്ല, എനിക്ക് അറിയാവുന്ന കാര്യം അതല്ല. പ്രധാന കാര്യം ഇതാ, ചേച്ചി നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്. ഈ അവരുടെ ഇല്ലായ്മ പോലും അവർക്ക് അങ്ങോട്ട് പോകാനുള്ള വണ്ടിക്കൂലിക്കുള്ള കാശ് പോലും അങ്ങനെ കൊടുക്കാൻ മനസ്സുള്ള ഒരാളെ ഏലിയാമ്മ ചേച്ചി. അങ്ങനെ കൊടുക്കാനായിട്ട് ഒരു മടിയില്ലാത്ത പുള്ളിക്കാരത്തിയാണ്. ചെന്നാൽ വിശക്കുക ചേച്ചി എന്ന് പറഞ്ഞാൽ ചേച്ചി കഴിക്കാൻ വെച്ചങ്ങനെ ഭക്ഷണം കൊടുക്കും. അതൊക്കെ വലിയ മനസ്സുള്ളവർക്കല്ലേ പറ്റുള്ളൂ. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് അവരോട് നമുക്ക് ഒരു ഇങ്ങനെ പോയില്ലോ എന്ന് പറയുമ്പോഴത്തേക്കുള്ള വിഷമം. പിന്നെ ഈ മോൻ ചേച്ചിയുടെ ഭയങ്കര വേദനയായിരുന്നു. എപ്പോഴും പറയുകയും കാര്യമൊക്കെ ചെയ്യുമായിരുന്നു ഈ കൊച്ചിൻ്റെ കാര്യം പറഞ്ഞു. കാരണം അവർക്കൊന്നും അങ്ങനെ ഒന്നും നോക്കാനോ അങ്ങനെ ഒന്നും ആരും തെറ്റ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആൾക്കാരുടെ സാഹചര്യം അതല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുടുംബത്തിലൊക്കെ നമ്മുടെ ഏറ്റവും ഉറ്റവരും ഉടയവരും നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ വേദന എത്രമാത്രം തീവ്രമാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ആ മോൻ എത്രമാത്രം അമ്മേനെ വന്നോണ്ടിരുന്ന അതുകൊണ്ടാ കൊച്ചു. എന്നാന്ന് വെച്ചാൽ രാവിലെ വരുന്ന പറഞ്ഞോണ്ട് അമ്മ ഇറങ്ങി പോയിട്ട് വൈകിട്ട് തിരിച്ചു വരാതെ അസുഖം വന്നാണ്. ഓക്കെ, അപ്പൊ പറയൂ ആ വണ്ടി മിസ്സായ ഷൈനി അവനോട് കിടന്ന് കാറ് വിളിക്കും, ഞാൻ പോവും. അപ്പൊ പുള്ളിക്കാരൻ മരിച്ചത് 2015 എൻ്റെ ഹസ്ബൻഡ് മരിക്കണം. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ പുള്ളിയായിട്ടൊക്കെ പരിചയം ഉണ്ടാകുന്ന വെച്ചാൽ പുള്ളിക്കാരത്തി എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയാനും എന്തെങ്കിലുമൊക്കെ ഇതാക്കാൻ മറ്റുള്ളവർക്കൊക്കെ കേൾക്കാൻ സമയമില്ലല്ലോ. ഇപ്പോൾ ഒരാളൊരു പ്രയാസം പറയുമ്പോൾ ഞാനിപ്പോൾ മാതീസിനോടൊരു കാര്യം പറയും, മോനെ ഇങ്ങനെ ഒരു ഇതാണെന്ന് പറയുമ്പോൾ നിനക്ക് 100 കാര്യം ഉണ്ടായിരിക്കും, പക്ഷെ അത് കേൾക്കാൻ ഒന്ന് ചെവി തരും. പക്ഷെ കേട്ടിട്ട് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ലായിരിക്കും, പക്ഷെ അത് ശ്രദ്ധയോടെ കേൾക്കാന്ന് പറയുന്ന ആൾക്കൊരു ആശ്വാസമാണ്. തീർച്ചയായിട്ടും അതൊരു പറയണ ഒരാൾക്ക് സാരിയിൽ ക്ഷണിച്ച് ശരിയാവും എന്നൊക്കെ പറയും, അതൊരു ആശ്വാസമാണ്. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു ജോഡി വെച്ച് മറിഞ്ഞു വീണ് മരിക്കണ കാലഘട്ടം ഇപ്പോൾ അതുപോലും ചെയ്യാൻ തയ്യാറാകാത്ത മനുഷ്യരാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ആ ചേച്ചിയുടെ വേദനകളും കാര്യങ്ങളും പിന്നെ വെച്ചാൽ എനിക്ക് എഴുന്നേറ്റ് ജോലികൾ അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ നാടക ഫീൽഡിലായാലും സീരിയൽ ഫീൽഡിലൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ പിന്നെ പണിയെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ കാരണം പുള്ളിയുടെ പെട്ടെന്നുള്ള മരണമൊക്കെ ഞാൻ ആകെ ഇതായിപ്പോയി. അപ്പം അതുകൊണ്ടൊക്കെയാണ് എന്നോട് സ്നേഹം കാണിക്കും, നമ്മൾ ധൈര്യപ്പെട്ടല്ലേ പറ്റുള്ളൂ. പിള്ളേർ നമ്മുടെ അവർ നോക്കി ഇപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഇത്ര അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒന്നും അതൊരു വിഷയമല്ല. കാരണം വെച്ചാൽ നമ്മൾ ദൈവത്തിലേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും ഓർക്കില്ല. പക്ഷേ കുറച്ച് നാളുകൂടി ഇന്നിപ്പോൾ ഒരു മനസ്സിന് അവരുടെ പടമൊക്കെ കണ്ടപ്പോൾ ഒരു മനസ്സിനൊരു അത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യത്വം ഉള്ളതുകൊണ്ടാണ്. കാരണം ആ ചേച്ചി എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. ഒരു ഫോട്ടോ കണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായി. ചേച്ചി ചിരിച്ചോണ്ടുള്ള ഫോട്ടോ എപ്പോഴും ആ ചേച്ചി അങ്ങനെ ഇരിക്കുള്ളൂ. ആ ചേച്ചി വിഷമിച്ച് നമുക്ക് കാണാൻ പറ്റിയല്ല. ആരങ്ങനെ ഇങ്ങനെ പറയുകയോ ഇല്ല. അപ്പോൾ ഒരു പ്രാവശ്യം എന്താ അതുകൊണ്ട് ഇങ്ങനെ പിന്നെ ഇങ്ങനെ പറയും, ഒരു 100 തന്നെ ഒരു 500 തന്നെ. അപ്പോൾ ഞാൻ പറയും അവരുടെ നിങ്ങളുടെ മരുമോനോ നിങ്ങൾ പൈസ ചോദിക്കാതെ അങ്ങനെ ചോദിക്കില്ല ചേച്ചി, ആണുങ്ങളോടൊന്നും അങ്ങനെ പറയരുത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വീട്ടിലുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കും. അന്നൊക്കെ നിസ്സാര പൈസ കിട്ടുള്ളൂ വെച്ചാൽ. എന്നൊക്കെ കല്യാണത്തിന് 2-3 പേര് കൂടിയൊക്കെ ഒരു കല്യാണം നടത്തണം. അപ്പം അതിൻ്റെ ആ ഒരു വീതമല്ലേ കിട്ടുള്ളൂ. നന്നായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ജീവിച്ചതല്ലേ. ഒരുപാട് ദാരിദ്ര്യം അനുഭവിച്ചു, ഒത്തിരി ദുരിതപ്പെട്ടുകൊണ്ട് അവർ. ചേച്ചിയുടെ മോനെ വീഴ്ചയായി പോയതായിരിക്കും ചേച്ചിക്ക് ഏറ്റവും. അത് ഷോക്കായിപ്പോയി. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നാളെ ഒരു ഇത് വന്ന ചേച്ചിക്ക് എന്തെങ്കിലും അത് അവർക്ക് മനസ്സിൽ വലിയൊരു വേദനയായിരുന്നു. എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയ എൻ്റെ കുഞ്ഞിനെ ആരും നോക്കിയല്ല എന്നുള്ളൊരു വേദന അവരുടെ മനസ്സിലുള്ളത് കൊണ്ട് ചേച്ചി അങ്ങനെ പോകൂല എന്ന് ഞങ്ങളെല്ലാവരും ഉറപ്പിച്ചു. പിന്നെ എന്തോ തക്കക്കേട് പുള്ളിക്കാരത്തേക്ക് പറ്റിയതാണ്, അങ്ങനെയാണ് നമ്മൾ ഓർത്തിരുന്നത്. തിരിച്ചു വരുമായിരിക്കും, തിരിച്ചു വരും തന്നെയാണ് ഓർത്തുകൊണ്ടിരുന്നത്.
അല്ലാണ്ട് ഇപ്പൊ അതിനകത്ത് വേറെ എന്താ ഒരു ചെറുക്കനെ പെണ്ണിനെ കാണിച്ചു തരാൻ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇവിടെ തന്നെ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട് കാർ കല്യാണം അങ്ങനെ വല്ലേ ആയിരിക്കുള്ളൂ. അവരൊന്ന് പോകുന്ന ജസ്റ്റ് ഒന്ന് വിളിച്ചപ്പോ ഇവര് ഫോണിൽ വിളിച്ചിട്ടൊക്കെ അങ്ങനെ പോകൂല. അന്നൊക്കെ ഫോണൊക്കെ ഇത്ര ഇതില്ലെങ്കിൽ പോലും ഫോണാണല്ലോ അന്നൊക്കെ. ചേച്ചിക്ക് ആണെങ്കിലും ചെറിയ ഫോണൊക്കെയാണ്. പിന്നെ അവരെ ഫോണിൽ പൈസ ഇല്ലെങ്കിലൊക്കെ നമ്മുടെ അടുത്തല്ല, അല്ലാതെ വേറെ നമ്മളായിട്ട് വേറെ ഇതിന്റെ ഇതൊന്നുമില്ല. ഇനി എപ്പോഴെങ്കിലും വരുമ്പോൾ ഇതിലെ വരണം. അതിന് വേറെ ഒന്നും കൊണ്ടല്ലേ, നാട്ടുകാരനൊന്നും ഇപ്പം ഒരു സ്നേഹമുണ്ട്. തീർച്ചയായിട്ടും അത് പറയണം, എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമൊക്കെ ഉണ്ട് പറയണം. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ വിളിച്ച് നമ്മൾ സംസാരിച്ചില്ലേ, ബസന്ത് എന്ന് പറഞ്ഞ പയ്യനാണ് അപ്പുറത്തെ. അവൻ പുള്ളിക്കാരൻ്റെ ബിൽഡിംഗ് ആണ് നമ്മുടെ ഇതിന്റെ അപ്പുറത്തത്. അപ്പൊ ഇവിടുത്തെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ അവന്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ അനിയനാ, ഞങ്ങളുടെ ഇതിലുള്ളതാ, സിയോനിലുള്ളതാ. അപ്പൊ അവനാ ഇങ്ങനെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീകള്, പ്രത്യേകിച്ച് സ്ത്രീകള് സുരക്ഷിതരല്ല. കാരണം അവരെ പല രീതിയിലും പറഞ്ഞും ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വഞ്ചിച്ച്, ഇതുപോലെ തന്നെ 2 വർഷം മുമ്പ് അറിയാലോ നരബലി എന്ന് പറഞ്ഞൊരു സംഭവം. ഞാൻ അതിന്റെ അതാണ് ഇത്. അതൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാ സ്ഥിതി നമ്മൾ അതൊക്കെ ആയിട്ട് നമ്മൾ ഇത് കണക്ട് ചെയ്യുന്നുണ്ട്. അല്ല ആ ആളാണ് ഇത് ഈ മന്ത്രവാദത്തിനെ കണ്ടത്. കണക്ഷൻ ഉണ്ടോന്നും പറയാൻ പറ്റത്തില്ല ചേച്ചി. അല്ല ആളല്ലല്ലോ ഇത്, എനിക്കറിയാം. ഞാൻ എന്നറിയാം മോനെ, ഈ പത്രങ്ങൾ അങ്ങനെയുള്ളതൊന്നും വായിക്കണം, ഒന്നും സമയം കിട്ടില്ല. ബ്രാഞ്ചിലാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതല്ലേ, പക്ഷെ വാർത്താ മാധ്യമങ്ങളിൽ കൂടെ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതേ സെയിം ആണ്. ഞാൻ ചോദിക്കട്ടെ, ഈ മറ്റേ ബാക്കിയത്തെ ഇപ്പൊ ചേച്ചിയുടെ അല്ലാതെ ബാക്കിയത്തൊക്കെ ശരിക്കും ഈ പുള്ളി തന്നെയാണോ? എന്തോ അവരുടെ വീടിന്റെ പുറകിലൊക്കെ ഇങ്ങനെ മാന്ത്രം കാണിക്കുന്ന അയാളുടെ വീടിന്റെ പുറകാണോ അതോ? അതെ 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 അതെ. ഓ അപ്പാ, എങ്ങനെ ഒരു സഹജീവിനൊക്കെ എങ്ങനെ ചെയ്യാൻ തോന്നുന്നില്ല. ഒരു കാര്യം ഞാൻ സിജിയും ഞങ്ങൾ ഉറപ്പിച്ചേക്കുന്ന കാര്യങ്ങൾ എന്താണ്, അവയവ മാഫിയ തന്നെയത്, അവയവക്കടത്തത്. പക്ഷെ അത് പുറത്ത് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇത് സംഭവം ഇത് തന്നെയാണ്. അതിന്റെ പിന്നിൽ ആൾക്കാർ കാണുമായിരിക്കും. ഒരു കാര്യമില്ലാതെ ഇത്രയും പാവപ്പെട്ട വീട്ടിലെ ഒരു സ്ത്രീയെ ഇങ്ങനെ ബ്രൂട്ടലായിട്ട് കൊലപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവയവ മാഫിയ പോലുള്ള സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളവർക്ക് പരാതി കൊടുത്താൽ പോലും ആരും അന്വേഷിക്കുന്നില്ലാത്ത ഒരവസ്ഥയല്ലേ. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടും പരാതി കൊടുത്തവരെ ഭീഷണിപ്പെടുത്തുകയല്ലേ ഇത്. അവസാനം മാനസിക രോഗിയാക്കും, മന്ത്രവാദമാക്കും. ക്ലോസ് ആയല്ലോ ഫയല്. ബലമായ സംശയം ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ഈ സെബാസ്റ്റിന് ജീവൻ സുരക്ഷിതമാണോ എന്ന് ചോദിച്ചാൽ ഉറപ്പില്ല. അതോടുകൂടി പുള്ളി തീർന്നു കഴിഞ്ഞാൽ എല്ലാം തീർന്നല്ലോ. എല്ലാം തീർന്നു. പിന്നെ അന്വേഷണം വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ അനേകം സെബാസ്റ്റ്യന്മാര് നാട്ടിൻപുറത്തോടെ ഉണ്ട് എന്നുള്ള കാര്യം നാളെ നമ്മുടെ കുടുംബത്തിലാകാം, അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരോ ആയിരിക്കാം. ഒന്നും പറയാൻ പറ്റത്തില്ല. ഇതിന്റെ ഈ കേസ് പോലീസ് നേരത്തെ അറിഞ്ഞതാ, ഈ സ്ത്രീക്ക് എന്ത് പറ്റി ഇല്ലേ. ഈ കൂത്താട്ടോളത്തെ CCTV ക്യാമറ എടുത്തപ്പോൾ എന്നിട്ട് അവരത് അന്വേഷിക്കാൻ തയ്യാറായിട്ടില്ലോ. കൊടുത്തവരെ പോലും ഭീഷണിപ്പെടുത്തി. ബിന്ദു പത്മനാഭന്റെ 3.5 ഏക്കർ സ്ഥലവും എടപ്പള്ളിയിലുള്ള സ്ഥലവും ആധാരം ചെയ്ത് കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് അത് വെച്ച് മാറി 3-4 വ്യക്തികൾ കൈമാറിപ്പോയി. അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് താമസിക്കുന്നത്, റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ. ഇതെല്ലാം ഇവർക്ക് അറിയാമായിരുന്നു. പക്ഷേ അതുപോലെ നമ്മുടെ ഏറ്റുമാനൂർ SHOയ്ക്ക് പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു അവന്റെ അവസ്ഥ? പരാതി കൊടുത്താൽ അന്ന് രാത്രി തന്നെ ഭീഷണിപ്പെടുത്തി തിരിച്ചു വിളിപ്പിച്ചു. പരാതി ഇല്ലെന്ന് പറഞ്ഞ് എഴുതി തരാൻ പറഞ്ഞു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ജയനമ്മ കൊല്ലപ്പെട്ടു വന്നു. എന്നിട്ട് ആ കേസ് തേച്ചു മാറ്റിയിടാൻ നോക്കി. കാരണം പാരിതോഷികം അതുപോലെ എന്തെങ്കിലും ആയിരിക്കാം. അതുപോലെ തന്നെ കാരമലയില് അയൽവാസി സാറേ ഇതിനെക്കുറിച്ച് എന്നെ അറിയാവുന്നേ, ആ കൊച്ചിന്റെ കരച്ചിൽ കേട്ടോണ്ടല്ലേ തൊട്ട് അയൽവാസി വിളിച്ചത്. ഏലിയാമ്മേനെ കുറിച്ച് അറിയാവും ചോദിച്ചിട്ടുണ്ട്. ആ പുള്ളിക്ക് വിഷമം കയറിയിട്ടാണ് പുള്ളി വിളിച്ചത്. അന്നേരം ചോദിച്ചു, ഇരുട്ടുമുറി കണ്ടിട്ടുണ്ടോ? പോയത് നിന്റെ അമ്മയല്ലല്ലോ, നിന്റെ ഭാര്യ അല്ലല്ലോ, നിന്റെ സഹോദരി അല്ലല്ലോ. പിന്നെ നിനക്ക് എന്നാടാ ബാക്കി പറയാൻ പറ്റില്ല ചേച്ചിയുടെ മുമ്പ് വെച്ച്. കാരണം ഏത് കേസ് മിസ്സായാലും ഒരു 99% ഏതെങ്കിലും ഉദ്യോഗസ്ഥന് അറിവുണ്ട്. ഇതിൻ്റെ അകത്ത് ജഡ്ജിമാര് പങ്കാളികളായിട്ടുണ്ട്. അതായത് സെബാസ്റ്റിൻ്റെ സെയിം റോൾ കൈകാര്യം ചെയ്തേക്കുന്ന ജഡ്ജിമാരുണ്ട്, അതുപോലെ തന്നെ അഡ്വക്കേറ്റന്മാരുണ്ട്, പോലീസ് തസ്തികയിലിരിക്കുന്ന ആൾക്കാരുണ്ട്, വില്ലേജ് ഓഫീസർമാരുണ്ട്, തഹസിൽദാറുണ്ട്. ഒത്തിരി ആൾക്കാർ ഇതിൻ്റെ അകത്ത് കുടുങ്ങും. ഒത്തിരി ആൾക്കാർ കുടുങ്ങും. ഇവരെല്ലാം ഇതിൻ്റെ പ്രതിഫലം കൈപ്പറ്റിയിട്ടും അതെ, സിജി പറഞ്ഞ പോലെ തന്നെ ഉണ്ടല്ലോ, സെബാസ്റ്റ്യൻ തീർന്ന എല്ലാം തീർന്നു പോകുമല്ലോ.
കേസ് അവസാനിച്ചു. ആ. കാരണം പെട്ടെന്നൊരു അറ്റാക്ക്. നമ്മുടെ കേരള പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കേസും തെളിയിക്കാൻ അവർ ശക്തരുമാണ്. ഈ കേസും അവർ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്തു. അവര് തെളിയിച്ചു മേടിക്കാനുള്ളത് അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അവർ കീശയിൽ കിട്ടും. അതാണ് സംഭവം. അത് തന്നെ. ഇപ്പൊ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഈ കേസ് വീണ്ടും അന്വേഷിക്കാനും ഇത്ര വർഷമായിട്ടല്ലേ പിന്നെ പിന്നെ നമ്മൾ വീഡിയോ ക്ലോസ് ചെയ്യുകയാണ്. ഷൈനി ചേച്ചിനെ ഇവിടെ വന്ന് കാണാനും പരിചയപ്പെടാനും പറ്റി. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഞാനും സിജിയും നിങ്ങളുടെ ഒപ്പം ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയോടെ ഇന്ന് വിടവാങ്ങുന്നു. നിങ്ങളുടെ സ്വന്തം DTT ന്യൂസ് കേരള.